ഈ ഭൂമി ഭൂമിയാണോ അല്ലയോ എന്ന് സാറിന്റെ നിലപാടെന്നാണ്? എനിക്കറിയില്ല, കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അവർ തീരുമാനിക്കാം. കോടതി ഇല്ല, ഞാൻ വന്നിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ അവർക്കാർക്കും എതിരല്ലല്ലോ. അതുകൊണ്ട് സമരസമിതിയുടെ നേതാക്കന്മാരുമായിട്ട് എല്ലാ ദിവസവും ആശയവിനിമയം നടത്താറുണ്ട്. ഏതാ പ്രസംഗിച്ച കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ കൂടിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഞങ്ങളുടെ MLA-നോട് ചോദിക്കാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. ഈ ദിവസം ഈ വെളുത്തുമ്പിൽ മാത്രമല്ല ഞങ്ങൾക്ക് അധികാരമുള്ളത്, അല്ലാത്ത ദിവസം ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികാരമുണ്ട് ചോദിക്കാൻ വേണ്ടി. ഉണ്ട്, എന്നാൽ സാറ് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഞങ്ങൾ ജയിപ്പിച്ച് വിട്ട വ്യക്തിയാണല്ലോ, അതുകൊണ്ട് മാത്രം ചോദിച്ചെന്നുള്ളൂ. പോപ്പിനെ പറ്റി അങ്ങനെ പറയാമോ സാറിന്? ഒട്ടും യോഗ്യതയില്ല പോപ്പിനെ പറ്റി പറയാനായിട്ട്. അങ്ങനെ യോഗ്യതയില്ല സാറിന്. അല്ല, ഞങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടി മനസ്സ് കാണിക്കണം. മാപ്പ് വരണം. സാറ് ഒരു കാര്യത്തിന് ഇഷ്ടപ്പെടില്ല. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സംസാരിക്കരുത്. ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞതെന്ന കാലം ഇപ്പൊ 127 ദിവസം കാത്തിരിക്കണമെന്നില്ലേ സാറിന് ഇവിടെ വരാൻ വേണ്ടി? ഞാൻ ഇതിനു വേണ്ടി വന്നതല്ലല്ലോ. അച്ഛൻ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ വന്നതല്ലേ, ഇതിനു വേണ്ടി തന്നെ വന്നതല്ലേ. അപ്പൊ എന്നോട് സ്നേഹത്തിലും നന്നായി പെരുമാറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം സംസ്കാരമാണ്. ഞങ്ങൾ ജയിപ്പിച്ചിരുന്ന നേതാവായതുകൊണ്ട് മാത്രം ചോദിച്ചു. അതിന് നിങ്ങൾ ജയിപ്പിച്ചു വിട്ടതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ആദ്യത്തെ 2 യോഗങ്ങളിൽ നിങ്ങളെ ഞാൻ അഡ്രസ് ഞങ്ങൾ എത്ര വർഷമായി അറിയാമോ ഞങ്ങൾ ഈ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കണം? അല്ല, ഞങ്ങൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര വർഷമായി അറിയാമോ? നഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ വേദന അറിയാൻ പറ്റുള്ളൂ, മുകളിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ വേദന അറിയാൻ പറ്റൂല സാറേ. നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ബീച്ച് നിവാസികൾ എന്ന് പറയണ ഇവിടെ ഭയങ്കര തീരദേശ വികസനം ഒക്കെ പറയാനുണ്ട്. ഞങ്ങൾക്ക് സമരം കൊണ്ട് മാത്രം ജീവിക്കണ വ്യക്തികളായിട്ട് തീർന്നിരിക്കുകയാണ് ഈ പള്ളിപ്പറം പഞ്ചായത്തിൽ 1-23 വാർഡിലെ വ്യക്തികൾ. കാരണം ഒരു പാലം സാറിനറിയാം അവിടുത്തെ. ഞങ്ങൾ ഈ അടുത്ത ദിവസം സാറിന്റെ ഓഫീസിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിനും ഇന്ന് വരെ ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോഴും അവിടെ തുരുമ്പിച്ച് കിടക്കണേണ് അവിടെ സാധനങ്ങൾ. അപ്പൊ ഞങ്ങളുടെ വേദനകൾ പറയാൻ വേണ്ടി സാർ അരിയത്ത് വന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ സാറിനോട് തർക്കിക്കാനോ ഒന്നും വന്നതൊന്നല്ല. ഞങ്ങള് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, മനസ്സ് കൂടി കാണിക്കണം.